ഇത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ ഇത്രയധികം വിഷ്വലുകളും കളറിനോടും നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെട്ടിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്ത അക്ഷരങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം പോവുക എന്ന് പറയുന്നത് ഇപ്പം അത്ര എളുപ്പമല്ല, ശീലമില്ലെങ്കിൽ എന്നുള്ളതാണ്. പിന്നെ വായിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി താമസിക്കുന്നു എന്നൊരു കഥ നിങ്ങൾ വായിച്ചാൽ, ഈ നല്ല വീട് 100 പേര് വായിച്ചാൽ 100 നല്ല വീടും 100 പെൺകുട്ടിയുമാണ്. നമ്മുടെ ഭാവന അതിന്റെ കൂട്ടത്തിൽ പോകും. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മനസ്സിൽ വന്ന ഇമേജ് പലതായിരിക്കും. പക്ഷെ ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ചെമ്മീൻ നോവൽ വായിച്ചവരുടെ എല്ലാം മനസ്സിൽ അവനവന് ഇഷ്ടമുള്ള കറുത്തമ്മയും സിനിമ കണ്ടവർക്കെല്ലാം അത് ഷീലാമ്മയുമായി പോയി. ഇനി നിങ്ങൾക്ക് വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ വലിയ പാടാണ്. അപ്പൊ നമ്മുടെ ഭാവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് വായനയിൽ, കാഴ്ചയിൽ അത് വളരെ കുറവാണ്.